ഹലോ നമസ്കാരം. ഫസ്റ്റ് തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദിയും സന്തോഷവും. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു സീരീസ് നിങ്ങൾ പറഞ്ഞു ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ കേരള ഭൂമിശാസ്ത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കേരള ഭൂമിശാസ്ത്രം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും അങ്ങനെ റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ ചെയ്യലില്ലായിരുന്നു. അപ്പോൾ റിലേറ്റഡ് ഫാക്റ്റും കൂടെ വെച്ചാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഡിലേ വന്നത്. എനിവേ നമുക്ക് ക്ലാസ് പഠിക്കാം. നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതായത് 10th പ്രിലിംസ് ഫേസ് 1, 2, 3, 4 കേരള ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും. അപ്പോൾ ഫേസ് 1ലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? എത്ര നദികളാണ്? ഓപ്ഷൻ എ 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41 അപ്പോൾ കേരളത്തിൽ എത്ര നദികളുണ്ട്? ടോട്ടൽ കേരളത്തിൽ 44 നദികളുണ്ട്. അതൊക്കെ അല്ലേ? കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ്. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് എത്ര? 41. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? 3. ടോട്ടൽ 44 നദികൾ. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കിഴക്കോട്ട് ഒഴുകുകയാണെങ്കിൽ 3. ഇനി എന്താണ് നദി? 1974 സർക്കാരിൻ്റെ വിജ്ഞാപനം അനുസരിച്ചിട്ട് 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള ജലപ്രവാഹങ്ങളെയാണ് കേരളത്തിൽ എന്തായി കണക്കാക്കുന്നത്? നദിയായി കണക്കാക്കുന്നത്. വർഷം ഏതാണ്? 1974 കേരള വിജ്ഞാപനം അനുസരിച്ച് 15 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതാണ് നദികൾ. ഇനി 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ? കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതലുള്ളത്. അതിൽ വടക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ മഞ്ചേശ്വരം പുഴ എന്ന് എഴുതണം. ഏതാണ്? മഞ്ചേശ്വരം പുഴ. തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാർ. ഓക്കെ, വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം, തെക്കേ അറ്റത്ത് നെയ്യാർ. ഇനി നദികൾ മലിനമാക്കുന്നതിന് 3 വർഷം തടവ്, എത്രയാണ്? 3 വർഷം തടവും 2 ലക്ഷം പിഴയും ഏർപ്പെടുത്തിയ ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. പിന്നെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ, മഞ്ഞ നദി, കുറ്റ്യാടിപ്പുഴ. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്, 12 എണ്ണം. പിന്നെ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എപ്പോഴും ചോദിക്കുന്നതാണ്. ഉത്ഭവിക്കുകയാണെങ്കിൽ തൂതപ്പുഴ, ഉത്ഭവിക്കുക, തുടങ്ങുക, തൂ അങ്ങനെ കണക്ട് ചെയ്യുക. ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടം. അപ്പോൾ ഇത്രയും ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കുക. ഇപ്പോൾ ഞാൻ വായിച്ചതും ഒരുവിധമൊക്കെ PYQലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ഇനി നമുക്ക് കേരളത്തിൻ്റെ അതിർത്തികളൊക്കെ ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ അതിർത്തി എത്രയാണ്? അതിർത്തി ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയാണ് കേരളമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. അതിൽ തെക്കു കിഴക്ക്, അതായത് താഴോട്ട് തെക്ക് കിഴക്കായിട്ട് തമിഴ്നാടും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളം അതിർത്തി പങ്കിടുന്നതും തമിഴ്നാടായിട്ടാണ്. ഇതൊക്കെ അല്ലേ? ഇനി കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കു കിഴക്കും കേരളം ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടും, മലനിര പശ്ചിമഘട്ടം. ഇനി വടക്കു കിഴക്കാണെങ്കിൽ ഏതാണ്? കർണാടക. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം. കോഴിക്കോടും എറണാകുളം, കോട്ടയത്തിനും ആലപ്പുഴയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് എന്തില്ല? അതിർത്തി ഇല്ല. ആ ജില്ലകൾ 4 ജില്ലകളൊന്നും ഓർത്ത് വെക്കുക: ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം. ഇനി കാസർഗോഡും കണ്ണൂരും വയനാടുമാണ് ആരായിട്ട് അതിർത്തി പങ്കിടുന്നത്? നമ്മൾ പറഞ്ഞ കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്നത് 3 സംസ്ഥാനങ്ങൾ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഒരാളായിട്ട് അതിർത്തി ഇല്ലാത്തത് ആരൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം. കാസർഗോഡ്, കണ്ണൂർ, വയനാടായിട്ട് ആർക്ക് അതിർത്തിയുണ്ട്? കർണാടകയായിട്ട്. ദെൻ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇത്രയും ജില്ലകൾക്ക് ആരായിട്ട് അതിർത്തിയുണ്ട്? തമിഴ്നാടായിട്ട് അതിർത്തിയുണ്ട്. അതിൽ വയനാടിന് നോക്കിയാൽ തമിഴ്നാടായിട്ടും അതിർത്തിയുണ്ട്, കർണാടകയായിട്ടും അതിർത്തിയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയെല്ലാം നമുക്ക് കുറച്ചും കൂടെ നോക്കാനുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട, അതായത് 5 ജില്ലകളാണുള്ളത്. അത് വയനാട്, പാലക്കാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. നമ്മൾ ഇതിനൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. 10 കൊട്ട പാൽ വായിലിട്ടു. 10 പത്തനംതിട്ട, കൊട്ട കോട്ടയം, പാല് പാലക്കാട്, വായ വയനാട്, ഇട്ടു ഇടുക്കി. അങ്ങനെ ഒരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിൽ ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, അത് കോട്ടയാണ്. അവിടെ സമുദ്രവും ഇല്ല, മറ്റ് ജില്ലകളായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളായിട്ട് അതിർത്തിയില്ല. അതാണ് കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഒരു ജില്ലയുമായി മാത്രം അതിർത്തിയുള്ളത് 2 അറ്റത്തുള്ള ജില്ലകൾ, അതായത് തിരുവനന്തപുരം കാസർഗോഡിനും ഒരു ജില്ലയായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും മറ്റ് 2 അതിൽ കൂടുതൽ ജില്ലകളായിട്ട് അതിർത്തിയുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഒരു ജില്ലയായിട്ടുള്ള അതിർത്തിയുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഇത് മാഹി, പുതുച്ചേരിയുടെ ആണ് മാഹി. മാഹിയുടെ 3 വശത്ത് കണ്ണൂർ ജില്ലയും, മാഹിൻ്റെ 3 സൈഡിൽ കണ്ണൂർ ജില്ലയും ഒരു സൈഡിൽ കോഴിക്കോടും ആയി ചുറ്റപ്പെട്ടിട്ടാണ് മാഹി കിടക്കുന്നത്. ഓക്കെ. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? അത് നമ്മൾ പറഞ്ഞു, വയനാട്. വയനാട് ജില്ലയിൽ ഏത് താലൂക്കാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി എന്നും, ഏത് ഗ്രാമപഞ്ചായത്താണെന്ന് ചോദിച്ചാൽ നൂൽപ്പുഴ എന്നും, ഏത് ഗ്രാമം എന്ന് ചോദിച്ചാൽ മുത്തങ്ങ എഴുതണം. ഓക്കെ. താലൂക്ക് സുൽത്താൻ ബത്തേരി, ഗ്രാമം നൂൽപ്പുഴ, ഗ്രാമപഞ്ചായത്ത് നൂൽപ്പുഴ, ഗ്രാമം മുത്തങ്ങ. അത് ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫേസ് 1-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഇടുക്കിയാണ്. നദിയോ? പെരിയാർ. ജില്ല ഇടുക്കി, നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഇടുക്കി 1940-ലാണ്. മലബാറിലാണെങ്കിൽ കുറ്റ്യാടി, അത് കോഴിക്കോട് 1972-ൽ. പിന്നെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ശബരിഗിരി. പിന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കത്തുങ്കൽ, ഉള്ളുങ്കൽ. ഏതൊക്കെയാണ്? മണിയാർ, കത്തുങ്കൽ, ഉള്ളുങ്കൽ. മണിയാർ പത്തനംതിട്ട, കുത്തുങ്കൽ ഇടുക്കി, ഉള്ളുങ്കൽ പത്തനംതിട്ട. ഇതൊന്ന് നോക്കി വെക്കണേ. സ്വകാര്യ മേഖലയിലുള്ളതാണ് മണിയാർ, കുത്തുങ്കൽ, ഉള്ളുവങ്കൽ. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മണിയാർ. മണിയാർ എവിടെയാണ്? പത്തനംതിട്ട. അടുത്തത്, കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് കുത്തുങ്കലാണ്. കുത്തുങ്കൽ എവിടെയാണ്? ഇടുക്കി. പിന്നെ നമ്മൾ ഒന്ന് പറഞ്ഞത് ഏതാണ്? ഉള്ളുങ്കൽ. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാടാണ്. ഏതാ ജില്ല? പത്തനംതിട്ട. കക്കാട് നദി, പത്തനംതിട്ട. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കി. ഗ്രാമപഞ്ചായത്ത്, ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം, ഇടുക്കി. ഇനി സ്വന്തമായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിൽ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്തും ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. മാറിപ്പോയത്. തദ്ദേശ സ്വയംഭരണം ചോദിച്ചാൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എഴുതണം, ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മാങ്കുളം, ഇടുക്കി എഴുതണം. ഇനി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെള്ളം തൂതപ്പുഴ. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി നമ്മൾ പറഞ്ഞത് ഏതാണ്? മീൻവെള്ളം തൂതപ്പുഴ. കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വീടുകളും വൈദ്യുതി കണക്ഷൻ കൊടുത്തത് എവിടെയാണ്? കണ്ണാടി, പാലക്കാട്. ഇത്രയും ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. അതിനെപ്പറ്റി പിന്നെ റിലേറ്റഡ് ആയിട്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല, നമുക്കിനി വരുന്നതിൽ പറയാനുണ്ട് മണ്ണിനെ പറ്റിയിട്ട്. അടുത്ത, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് ഏത്? പറമ്പിക്കുളം. ഇന്ത്യയിലെ 38ാമതും കേരളത്തിലെ 2ാമതുമാണ് ഏത്? ഈ പറമ്പിക്കുളം. ഇത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010, നിലവിൽ വന്നത് 1973, പ്രഖ്യാപിച്ചത് 2010. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് ആണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മുതലമട, പാലക്കാട്. എവിടെയാണ് പറമ്പിക്കുളം? പാലക്കാടിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലും. ആസ്ഥാനം ചോദിച്ചാൽ തൂണക്കടവും. ഗ്രാമപഞ്ചായത്ത് മുതലമട, ആസ്ഥാനം തൂണക്കടവ്. ഇനി കേരളത്തിലൂടെ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? പറമ്പിക്കുളം. അതായത് തമിഴ്നാട് വഴിയാണ് നമ്മൾ വരിക. കേരളത്തിലൂടെ നമുക്ക് എന്തില്ല? പ്രവേശനം ഇല്ല, ഔദ്യോഗിക പ്രവേശനം ഇല്ല. ഇനി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു തവള ഇനമാണ് വാട്ടർ ഫ്രോഗ് അല്ലെങ്കിൽ മിനർവറിയ പറമ്പിക്കുളമാന, അതാണ് അതിൻ്റെ നെയിം.
തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന വന്യജീവി സങ്കേതം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആക്ച്വലി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. പറമ്പിക്കുളത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം, ആനമല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കേരള ജോഗ്രഫിയെ ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചതാണ് 10th പ്രിലിംസ് ഫേസ് 1-ൽ. ഇനി ഫേസ് 2-ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇനി നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്. ഏറ്റവും നീളം കൂടിയ കായൽ അതാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം കേട്ടോ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? വേമ്പനാട്ട് കായൽ എഴുതണം. അതുപോലെ തന്നെ കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കടൽ തീരം എവിടെയാണ്? വേമ്പനാട്ട് കായൽ. അടുത്തത്, വേമ്പനാട്ട് കായലിലെ ദ്വീപുകളാണ് വില്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരമണൽ, പെരുമ്പളം. ഏതൊക്കെയാണ്? വില്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരമണൽ, പെരുമ്പളം ഒക്കെ ഇവിടുത്തെ ദ്വീപുകളാണ്. വേമ്പനാട്ട് കായൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? ആദിത്യ. വൈക്കം മുതൽ തവണക്കടവ് വരെ ആട്ടോ. വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ, വൈക്കം ടു തവണക്കടവ്. ഇനി വേമ്പനാട്ട് കായൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ, മീനച്ചിലാർ, പമ്പ, പെരിയാർ, അച്ചൻകോവിലാർ, മണിമലയാർ. പെരിയാറായാലും മീനച്ചിലാർ, പമ്പ, മൂവാറ്റുപുഴ ഇതൊക്കെ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് ഈ നദികളൊക്കെ പതിക്കുന്നത്. 3 ജില്ലകളായിട്ട്, അതായത് ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇങ്ങനെ 3 ജില്ലകളിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. പുന്നമടക്കായൽ, കൊച്ചിക്കായൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് കായലാണ്? വേമ്പനാട്ട് കായൽ. കൊച്ചിയിൽ അറിയപ്പെടുന്നത് എന്താണ്? വേമ്പനാട്ട് കായൽ കൊച്ചിയിലെ വീരൻപുഴ എന്നും കുട്ടനാടിൽ പുന്നമടക്കായൽ എന്നുമാണ് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. അപ്പോൾ വേമ്പനാട്ട് കായലായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്ന് എന്തായാലും നോക്കിയിരിക്കുക കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ മുതൽ ഞാൻ ഇപ്പോൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? കബനി. ഈ തന്ന ഓപ്ഷനിൽ പെരിയാർ, പാടത്തുപുഴ, പമ്പ അതൊക്കെ എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ട്. കിഴക്കോട്ട് കബനി. കബനി, പമ്പ, ഭവാനി ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇത് 3ഉം ആരുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ഇനി നമുക്ക് നമ്മുടെ ആൻസർ കബനിയാണ്. അപ്പോൾ കബനിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി. ഏറ്റവും വലുതാണ് കബനി. ആകെ നീളം 240 കിലോമീറ്ററാണ്. അത് ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടി എന്നാണ്. ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടി. ആകെ 240-ൽ 56.6 കിലോമീറ്ററാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. ഈ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ദേശീയോദ്യാനം, അതായത് നാഗർഹോളെ ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതൊക്കെ ദേശീയോദ്യാനമാണ്? ബന്ദിപ്പൂർ ദേശീയോദ്യാനം, രാജീവ് ഗാന്ധി ദേശീയോദ്യാനം. ഇതിൻ്റെ ഇടയിൽ കൂടെ ആരും ഒഴുകുന്നുണ്ട്? കബനി ഒഴുകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കുക. പിന്നെ ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി രൂപപ്പെട്ടത് അറിയോ? പനമരം നദിയും അതുപോലെ തന്നെ മാനന്തവാടി നദിയും. ഈ പനമരം നദിയും മാനന്തവാടി നദിയും കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഈ ഒരു നദി ഉണ്ടായിട്ടുള്ളത്. പണ്ട് അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ ഇപ്പോൾ കപില എന്നും കൂടെ കബനി അറിയപ്പെടുന്നുണ്ട്. ഇത് കാവേരിയുമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടലു. നരസിപുരയിലെ, കർണാടകയിലെ നരസിപുരയിലെ തിരുമക്കുടലുവിലാണ് ഇത് കാവേരിയായിട്ട് ചേരുന്നത്. അതുപോലെ തന്നെ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കരമനത്തോട്. കബനിയുടെ പോഷക നദിയായിട്ടുള്ള കരമനത്തോടിലാണ് നമ്മുടെ എർത്ത് ഡാം, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് തന്നെയാണ്? കബനിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല. ഒന്ന് ഞാൻ സ്പീഡാണ്, പക്ഷെ നമുക്കിത് തീർക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. അപ്പോൾ നമുക്കറിയാം ഇരവികുളത്തിൽ സംരക്ഷിക്കപ്പെടുന്നതാണ് വരയാട്. നീലഗിരി താർന്നെന്ന് അറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹെലോക്രിയസ് എന്നാണ് ശാസ്ത്രീയ നാമം. ഇരവികുളത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1975-ലാണ്. ഇരവികുളത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം 1978-ലും. അപ്പോൾ വന്യജീവി സങ്കേതമായിട്ട് 75-ലും നാഷണൽ പാർക്കായിട്ട് 1978, ഒരു 3 ഇയർ ഗ്യാപ്പിൽ തന്നെ നാഷണൽ പാർക്കായിട്ടും പ്രഖ്യാപിച്ചു. പിന്നെ മയിലുകളുടെ സംരക്ഷണത്തിനായി കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂലന്നൂരാണ്. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാടാണ്. പിന്നെ കേരളത്തിലെ പ്രധാന ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ആനമുടി ആന സംരക്ഷണ കേന്ദ്രം,
വയനാട് ആന സംരക്ഷണ കേന്ദ്രം, പിന്നെ പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം, നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം. വയനാട് ആന സംരക്ഷണ കേന്ദ്രത്തിൽ ഇടുക്കിന്ന് വന്നുപോയി, അത് ഞാൻ എന്തോ ഇതിലാക്കിയതിലെ മിസ്റ്റേക്കാട്ടോ. അത്രയും. അപ്പോൾ ആനമുടി ആന സംരക്ഷണ കേന്ദ്രം, വയനാട്, പെരിയാർ, നിലമ്പൂർ. പിന്നെ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? കക്കയം. റീഡ് തവളകൾ മലബാർ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ കക്കയത്താണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. കേരളത്തിൽ നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണൻ, മഗർ മുതലകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. അവിടെ നക്ഷത്ര ആമയുടെ ശാസ്ത്രനാമമാണ് കിലോൺ എലിഗൻസും അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണൻ്റെ ശാസ്ത്രീയ നാമമാണ് ഏത്? റാറ്റുഫ മക്രൗറ. ഓക്കെ, റാറ്റുഫ മക്രൗറ. അപ്പോൾ ഇത്രയും ഒന്ന് ആ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് നോക്കണം. നമ്മൾ ഏത് ക്വസ്റ്റ്യനായിരുന്നു വന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ചോദിക്കും. നക്ഷത്രാമയുടെ ശാസ്ത്രനാമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചാമ്പൽ മലയാളാണ്, റാറ്റുഫ മക്രൗറ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള നദി. വടക്കേ അറ്റത്ത് ഏതാണ്? മഞ്ചേശ്വരപ്പുഴ. നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചതാണ്. പെരിയാർ 244 കിലോമീറ്റർ, മഞ്ചേശ്വരം ആണെങ്കിൽ 16. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? കബനി. ഏറ്റവും ചെറിയ നദി പമ്പാറ്. കടലിൽ പതിക്കാത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ നദി, ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനാണ് വിചാരിച്ചോളൂ. രാമപുരം നദി 19 കിലോമീറ്റർ. അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കടലിൽ പതിക്കാത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ 19 കിലോമീറ്ററുള്ള രാമപുരം നദിയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അഴിയൂർ പുഴ 17 കിലോമീറ്റർ. ഇത് തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ ചെറിയ നദിയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് നാഫ്തയാണ് കേട്ടോ. ഓപ്ഷൻ ബി നാഫ്തയാണ്. ഇനി നമുക്ക് അതായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കേരളത്തിൽ KSEBിയുടെ കീഴിലുള്ള വൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം, അതുപോലെ തന്നെ നല്ലളം ഡീസൽ പവർ പ്ലാന്റ്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം അതുപോലെ തന്നെ നല്ലളം ഡീസൽ പവർ പ്ലാന്റും KSEBിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ്. അതിൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം 1997ലും. രണ്ടാമത്തത് കോഴിക്കോടുള്ള നല്ലളം ഡീസൽ പ്ലാന്റുമാണ്. ഉൽപ്പാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBിയുടെ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ നല്ലളമാണ്. കേരളത്തിൽ നാഫ്ത ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്റ്റ് NTPC 1999ലുള്ളതാണ്. NTPC താപനിലയത്തിൻ്റെ ആസ്ഥാനം ചൂളത്തെരുവ് ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെ NTPCയുടെ കീഴിൽ സോളാർ നിലയം സ്ഥാപിച്ചത് കായംകുളത്താണ്. ഇത്രയൊന്നും ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങളും അവിടുത്തെ ഇന്ധനം നോക്കണം. കായംകുളത്ത് നാഫ്തയാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കായംകുളം നാഫ്ത ആലപ്പുഴയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ബ്രഹ്മപുരം എവിടെയാണ്? എറണാകുളം. അവിടെ യൂസ് ചെയ്യുന്നത് ഡീസലാണ്. ബ്രഹ്മപുരം എവിടെയാണ്? എറണാകുളം, ഡീസലാണ്. നല്ലളം കോഴിക്കോട്, അവിടെയും ഡീസലാണ്. അതുപോലെ തന്നെ ചീമേനി പ്രപ്പോസ്ഡ് ഉണ്ട്, അത് കാസർഗോഡാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രകൃതിവാതകങ്ങളാട്ടോ. അപ്പോൾ ഇത്രയൊന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടക്കര. നീണ്ടക്കര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീണ്ടക്കര കൊല്ലത്താണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? മത്സ്യബന്ധന തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ നീണ്ടക്കരയാണ്. നീണ്ടക്കര സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇത് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം, മുതലപ്പൊഴി ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പിന്നെ തങ്കശ്ശേരി കൊല്ലം, കായംകുളം തോട്ടപ്പള്ളി ആണെങ്കിൽ അത് ആലപ്പുഴ, മുനമ്പം ചെല്ലാനം എറണാകുളം, ചേറ്റുവ തൃശ്ശൂർ, പിന്നെ താനൂരിൽ മലപ്പുറം, ബേപ്പൂർ കൊയിലാണ്ടി പുതിയാപ്പ ചൊമ്പാല വെള്ളയിലൊക്കെ കോഴിക്കോടാണ്, മാപ്പിള ബേ കണ്ണൂർ, തലായി കണ്ണൂർ, അഴീക്കൽ കണ്ണൂർ, ചെറുവത്തൂർ കാസർഗോഡ്, മഞ്ചേശ്വരം കാസർഗോഡ്, പൊന്നാനി മലപ്പുറം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഫേസ് 1ലും 2ലും ആയിട്ട് ചോദിച്ചത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ റിലേറ്റഡ് ഫാക്റ്റ് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത്തിൽ പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണോ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം ഓൾറെഡി ഇടുന്ന പോലെ മതിയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് എങ്ങനെ ചെയ്യണം, എനിക്കറിയില്ല, ഇങ്ങനെ വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് എന്തായാലും നന്ദി. നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ താങ്ക് യു.